നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കുറുമാലിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബേക്കറി ഉടമ മരിച്ചു. മരിച്ചത് പറപ്പൂക്കര സ്വദേശി ബാബു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക നേതാവായ CM ജോർജിന്റെ ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ പരിപാടികൾ ഒരുക്കി വിവിധ യൂണിറ്റുകൾ. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ ഇടവക മധ്യസ്ഥന്റെ തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ അമ്പുതിരുനാളും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ലില്ലി എഴുന്നള്ളിപ്പും 17, 18, 19 തീയതികളിൽ ആഘോഷിക്കും. സ്വർണവിലയിൽ വർധനവ്. പവന് 840 രൂപ വർദ്ധിച്ച് 1,03,000 രൂപയായി. വിശദമായ വാർത്തകളിലേക്ക്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പറപ്പൂക്കര സ്വദേശി മരിച്ചു. മുത്രത്തിക്കര കൊരട്ടിക്കാട്ടിൽ ബാബു എന്ന് വിളിക്കുന്ന അറുമുഖനാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. ജനുവരി 1-നായിരുന്നു അപകടം. നന്ദിക്കര സെന്ററിൽ പ്രവർത്തിക്കുന്ന ചിപ്സ് ഹട്ട് ബേക്കറിയുടെ ഉടമയാണ് ബാബു. കട തുറക്കാൻ പോകുന്നതിനിടെ കുറുമാലിയിൽ വെച്ച് ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഓട്ടോയിൽ സഞ്ചരിച്ചിരുന്ന ബാബുവിനും ഭാര്യയ്ക്കും പരിക്കേറ്റതിനെ തുടർന്ന് ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച പുലർച്ചെ ബാബു മരിച്ചു. ബാബുവിന്റെ സംസ്കാരം നടത്തി. സിന്ധുവാണ് ഭാര്യ. മക്കൾ ആനന്ദു, ആദർശ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക നേതാവായ CM ജോർജിന്റെ ചരമവാർഷിക ദിനത്തിൽ KVVES നന്ദിപുരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുസ്മരണം നടത്തി. ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറും യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമായ സുമേഷ് നിവേദ്യം അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KC ഗോപാലൻ അധ്യക്ഷനായിരുന്നു. സജിത ഗോപിനാഥ്, MG സനിൽകുമാർ, MS രാമചന്ദ്രൻ, അൽഫോൺസ പൗലോസ്, തോമസ് ചോനേടൻ, സുഷമ ഗോപാലൻ എന്നിവർ നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ CM ജോർജ് അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് NR ജോഷി, ഭാരവാഹികളായ ജേക്കബ്, സണ്ണി, ബിജു, RR, ഷാജു, വിൻസെന്റ്, പ്രകാശൻ, ഷാജു, അരുണാട്ടുകരക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. നമ്മളെ അസംഘടിത മേഖലയിൽ നിന്ന് സംഘടിത മേഖലയിലേക്ക് നമ്മളെ വളർത്തിയെടുത്ത ഈ CM ജോർജ് അനുസ്മരണ യോഗത്തിന് എല്ലാവർക്കും വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 5:45-നും 7:15-നും വിശുദ്ധ കുർബാനകൾ, 10-ന് ആഘോഷമായ പാട്ടുകുർബാനയും നടക്കും. ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ബിഷപ്പ് എമിരറ്റസ് മാർ ബോസ്കോ പുത്തൂർ കാർമ്മികനാകും. ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ, ഫാദർ ഷെറിൻ കൊടക്കാരൻ എന്നിവർ സഹകാർമ്മികരാകും. ഉച്ചതിരിഞ്ഞ് 2:30-ന് സമർപ്പിത സംഗമം. വൈകിട്ട് 4-ന് ഫാദർ ഡിറ്റോ കൂള കാർമ്മികനായി വിശുദ്ധ കുർബാന. 5-ന് തിരുനാൾ പ്രദക്ഷിണം. വൈകിട്ട് 7-ന് വർണ്ണമഴയും നടക്കും. തിങ്കളാഴ്ച രാവിലെ 5:45-ന് വിശുദ്ധ കുർബാന, രാവിലെ 7-ന് പൂർവിക സ്മരണാഞ്ജലി, വൈകിട്ട് 6:30-ന് മെഗാഷോ എന്നിവ ഉണ്ടായിരിക്കും. ജനുവരി 18-നാണ് 8-ാമിടം. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ലാസർ താണിക്കൽ, സഹവികാരി ഫാദർ ലിൻസൺ അക്കരപ്പറമ്പിൽ, കൈക്കാരൻ മെൽജിൻ മഞ്ഞളി, ജനറൽ കൺവീനർ CL ബിജു എന്നിവർ പങ്കെടുത്തു. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ധീര രക്തസാക്ഷിത്വം അതനുസ്മരിച്ചുകൊണ്ടും മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടും അനേകായിരങ്ങൾ വെണ്ടൂർ ഇടവക ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് ഈ വർഷവും ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ സാക്ഷ്യ ജീവിതത്തിന് മുമ്പിൽ മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹങ്ങൾ യാചിച്ചുകൊണ്ടും ഇടവക ജനങ്ങളും ഒന്നിച്ചുകൂടുന്ന ഒരു വളരെ ആത്മീയമായ ഒരു സന്ദർഭമാണ് അമ്പതിരുനാളിൻ്റേത്. അമ്പതിരുനാളിൻ്റെ എല്ലാ പരിപാടികളിലും എല്ലാവരെയും സാദരം ഞാൻ ക്ഷണിക്കുകയാണ്.
ഇടവകയിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നതിനും അതുപോലെ തന്നെ വിശുദ്ധന്റെ മധ്യസ്ഥം വഴിയായിട്ട് എല്ലാ ദുരദൃഷ്ടങ്ങളും, സാംക്രമിക രോഗങ്ങളും, പൈശാചിക ആക്രമണങ്ങളൊക്കെ ഇല്ലാതായി നമ്മുടെ നാടും മനുഷ്യരൊക്കെ നന്മയിൽ വളരുന്നതിനും ജീവിക്കുന്നതിനുമായി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഈ മാധ്യസ്ഥം ഉപേക്ഷിച്ചുള്ള ഈ വെണ്ടൂർ ഇടവക തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആധ്യാത്മികമായി തന്നെ നമ്മുടെ 9 ആഴ്ച മുമ്പ് നവവാരം എന്ന പേരിൽ എല്ലാ ശനിയാഴ്ചയും നമ്മൾ പ്രത്യേക ദിവ്യബലിയും പവേനയും ലതിക്കും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. ആ അകന്ന ഒരുക്കവും പിന്നെ അതുപോലെ തന്നെയുള്ള ഈ നവനാൾ മുതലുള്ള അടുത്തൊരുക്കവും അതിന്റെ പൂർണ്ണതയിലെത്തുന്ന ദിവസങ്ങളാണ് ജനുവരി 10, 11 തിരുനാൾ ദിവസങ്ങൾ. ഏവരെയും ഏറെ സ്നേഹത്തോടുകൂടി വെണ്ടൂർ ഇടവക കുടുംബത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. വെണ്ടൂര് സെന്റ് മേരീസ് ചർച്ചിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷത്തിനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 ദിവസങ്ങളായിട്ട് എല്ലാ ദിവസവും ഈവനിങ്ങിൽ കലാപരിപാടികളോടുകൂടിയാണ് ഇതുവരെ നടത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്നും നാളെയുമായി വെണ്ടൂർ നടക്കുന്ന ഈ അമ്പ് പ്രദർശനത്തിലും നാളത്തെ തിരുനാൾ ദിനത്തിലും എല്ലാ ജനങ്ങളും കുടുംബസമേതം വന്ന് പങ്കുകൊള്ളണമെന്നും അതിനുവേണ്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഞങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ വെണ്ടൂർ ചർച്ചിലേക്ക് സ്വാഗതം ചെയ്യും. സ്നേഹമുള്ളവരെ, നമ്മുടെ വെണ്ടൂർ തിരുനാളോടനുബന്ധിച്ച് നമുക്ക് ഈ വർഷം എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തമായി പ്രസിദ്ധേന്തിമാര് ഇഷ്ടം പോലെ നമുക്ക് ആ പെരുന്നാൾ നടത്തുന്നതിന് വേണ്ടി സഹകരിച്ചു. അതുപോലെ തന്നെ പകർച്ച വ്യാധിക്ക് എതിരെ ഉള്ള ഒരു മധ്യസ്ഥനായാണ് വിശുദ്ധ സെബസ്ത്യാനോസിനെ നമ്മൾ കണ്ടുവരുന്നത്. ഈ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പെരുന്നാളിലേക്ക് എല്ലാ നാട്ടുകാരെയും നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന്. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പു തിരുനാളും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ലില്ലി എഴുന്നള്ളിപ്പും ഈ മാസം 17, 18, 19 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുനാൾ കൊടിയേറ്റം 14 ബുധനാഴ്ച രാവിലെ ഫാദർ ആൻഡോ തച്ചിൽ നിർവഹിക്കും. 17 രാവിലെ 6:30 ആഘോഷമായ ദിവ്യബലി, തുടർന്ന് നൊവേന, ലതീഞ്ഞ എന്നിവ നടക്കും. ഫാദർ ജോജി പാലമറ്റത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് രൂപം എഴുന്നള്ളിച്ചു വെക്കൽ, കുടുംബ യൂണിറ്റുകളിലേക്ക് അമ്പ് ലില്ലി എഴുന്നള്ളിപ്പ്, ഉച്ചകഴിഞ്ഞ് 4 കാരൂർ കപ്പേളയിൽ ലതീഞ്ഞ് നൊവേന, 4:30 വഴിയമ്പലം കപ്പേളയിൽ ലതീഞ്ഞ് നൊവേന, 5 മണിക്ക് മഠം കപ്പേളയിൽ ലതീഞ്ഞ് നൊവേന എന്നിവയുണ്ടായിരിക്കും. രാത്രി 10:30 മുതൽ കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് പ്രദക്ഷിണം ദേവാലയാങ്കണത്തിൽ പ്രവേശിച്ച് തുടങ്ങും. 11:30 അമ്പ് പ്രദക്ഷിണം ദേവാലയത്തിൽ സമാപിക്കും. തിരുനാൾ ദിനമായ 18 ഞായറാഴ്ച രാവിലെ 6:30 8:30 ദിവ്യബലി, 10:30 ഫാദർ സെൽജോ മാളിയേക്കലിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, ഫാദർ ജിതിൻ തണ്ടേക്കലിന്റെ സന്ദേശം, ഉച്ചകഴിഞ്ഞ് 3:45 ദിവ്യബലി, തുടർന്ന് പ്രദക്ഷിണം എന്നിവയുണ്ടാകും. 19 തിങ്കളാഴ്ച ടൗൺ അമ്പ് ആഘോഷിക്കും. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, സഹവികാരി ഫാദർ ലിൻഡോ കരേക്കാടൻ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ലിൻസൺ വടക്കേപീടിക, കൈക്കാരന്മാരായ ജെയിംസ് കുറ്റിക്കാടൻ, വിജയ് കുറ്റിക്കാടൻ എന്നിവർ പങ്കെടുത്തു. തിരുനാള് തീർച്ചയായിട്ടും ഒരു വലിയ ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും ഒരു വലിയ ഒത്തുകൂടലാണ്. ഇത് ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ ആഘോഷമാണ്. അതോടൊപ്പം തന്നെ ക്രൈസ്തവ വിശ്വാസത്തിനു വേണ്ടി സാക്ഷ്യം വഹിച്ച വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതത്തിന്റെ ഒരു വലിയ സെലിബ്രേഷനാണ് തിരുനാൾ എന്ന് പറയുന്നത്. തീർച്ചയായും വിശ്വാസത്തിന്റെ ആഘോഷത്തിന്റെ ഒരു ദിവസമാണ്. എല്ലാ നാട്ടുകാരെയും പ്രത്യേകമായി തിരുനാൾ ആഘോഷങ്ങളിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. കൊടകര രോഗിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സമയമാണ്. അപ്പോൾ തന്നെ കൊടകര ഈ ഒരു നാടിനെ സംബന്ധിച്ചും എല്ലാവരും ഒത്തുചേരുന്ന ഒരു നിമിഷമാണ്. ഈ ഒരു തിരുനാളിൻ്റെ ദിവസങ്ങൾ ഏറ്റവും അനുഗ്രഹപ്രദമാകാനും ഇപ്പം തന്നെ എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഒരു ഭാഗം അന്നേ ദിവസം നമുക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും. ഈ ഒരു കൂട്ടായ്മയിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട 2 ആഘോഷങ്ങളാണ് കൊടകരക്കാർ വളരെയധികം മനസ്സ് തുറന്ന് ആഘോഷിക്കുന്നത്. ഒന്ന് കൊടകര ഷഷ്ടിയും മറ്റൊന്ന് കൊടകര അമ്പ് പെരുന്നാളുമാണ്. ഈ 2 ആഘോഷങ്ങളുടെയും ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഈ ദേവാലയാങ്കണത്തിൽ സമ്മേളിക്കുന്ന നാനാജാതി മതസ്ഥരായിട്ടുള്ള കൊടകരയുടെയും പരിസര പ്രദേശങ്ങളുടെയും ആളുകളുടെ ഒരു വലിയ കൂട്ടമാണ്. എല്ലാവരും ഒത്തുചേരുന്ന സ്നേഹത്തിന്റെ ഒരു സൗഹൃദ സംഗമ വേദിയാണ്
കൊടകര അമ്പ് തിരുനാൾ. ബുധനാഴ്ച മുതൽ ആരംഭിക്കുന്ന ആഘോഷങ്ങൾ തിങ്കളാഴ്ച വൈകുന്നേരം 11:00-ക്കാണ് അവസാനിക്കുന്നത്. ആ ദിവസങ്ങളിലെല്ലാം തന്നെ കൊടകരയുടെ ഒരു പൊതു പ്രത്യേകത ആഘോഷങ്ങൾക്കൊപ്പം എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു, പങ്കുചേരുന്നു എന്നുള്ളതാണ്. ഈ വർഷത്തെ തിരുനാളും അപ്രകാരം തന്നെയാണ്. എല്ലാവർക്കും ഒത്തുചേരാവുന്ന വിധത്തിൽ ആഘോഷങ്ങൾക്ക് വളരെ മികവും നിറവും നൽകിക്കൊണ്ടാണ് സംഘടിപ്പിക്കുന്നത്. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ ഇടവക മധ്യസ്ഥന്റെ തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. വെള്ളിയാഴ്ച രാവിലെ ഫാദർ സിബു കള്ളാപ്പറമ്പിലിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, സന്ദേശം, കൂടുതുറക്കൽ, തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, പള്ളി ചുറ്റി പ്രദക്ഷിണം എന്നിവയുണ്ടായി. തുടർന്ന് യൂണിറ്റുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് നടന്നു. ഞായർ രാവിലെ 10-ന് ഫാദർ ജോയേൽ പുല്ലേലിയുടെ കാർമ്മികത്വത്തിൽ തിരുനാൾ പാട്ടുകുർബാന, ഫാദർ ബിനോയ് തെറ്റൈലിന്റെ സന്ദേശം, ഉച്ചകഴിഞ്ഞ് 3:30-ന് വിശുദ്ധ കുർബാന, തുടർന്ന് പ്രദക്ഷിണം എന്നിവ ഉണ്ടാകും. മണ്ണമ്പേട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ പള്ളിയിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫാദർ റാഫി തട്ടിൽ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയും നവനാൾ തിരുക്കർമ്മങ്ങളും നടത്തി. ജനുവരി 18-നാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഷാജി കൊച്ചുപുര കാർമ്മികനാകും. ഫാദർ ആന്റണി തെക്കിനിയത്ത് തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4-ന് വിശുദ്ധ കുർബാനയും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കുന്നതാണ്. ഭരത ഹോളി ട്രിനിറ്റി പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. ചടങ്ങിന് വികാരി ഫാദർ ജസ്റ്റിൻ എലുവത്തിങ്കൽ കാർമ്മികത്വം വഹിച്ചു. ജനറൽ കൺവീനർ ബേബി പെരിയപ്പുറത്ത് കളപ്പുരയിൽ, കൈക്കാരന്മാരായ ജോർജ് കുഴിക്കണ്ടത്തിൽ, ഷീജോ അമ്മായിക്കുന്നേൽ, ലിൻഡോ തോമസ് കളപ്പുരയിൽ എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 16, 17, 18, 19 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. ബിസിനസ് ന്യൂസ്. വിശ്വസ്തമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പു നൽകി എലൈറ്റ് ഹോസ്പിറ്റൽ കോടാലിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് കല്ലറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ഡയറക്ടറായ കെ അൻവർ സാദത്ത് അധ്യക്ഷത വഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി ഉമേഷ് ബാബു, ലൈബ്രറിയൻ ബിന്ദു, ഡോക്ടർ ആദിത്യ, ഡോക്ടർ അസിൽ, കെ മുജീബ് റഹ്മാൻ, കെ മുഹമ്മദ് അർഷദ, കെ ടി അഷ്കർ, അമീനുൽ സിദാൻ എന്നിവർ സന്നിഹിതരായിരുന്നു. മിതമായ നിരക്കിൽ ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കി ആരോഗ്യരംഗത്തെ കൃത്യമായ പരിചരണത്തിലൂടെ സുഗമമാക്കുക എന്നതാണ് എലൈറ്റ് ഗ്രൂപ്പിന്റെ ലക്ഷ്യം. പ്രിയമുള്ളവരെ, തൃശ്ശൂർ ജില്ലയിൽ മറ്റത്തൂർ പഞ്ചായത്തിൽ കോടാലി എന്നിടത്ത് എലൈറ്റ് ഹോസ്പിറ്റൽ എന്ന സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചവരും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. സ്ഥാപനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം ഏറ്റവും കുറഞ്ഞ ചെലവിൽ രോഗികൾക്ക് ആരോഗ്യരംഗത്തെ സേവനം ലഭ്യമാക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാവുന്നതോടൊപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഡോക്ടർക്ക് വീട്ടിലെത്തി രോഗികളെ പരിശോധിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു. ലാബ്, ECG, ഫാർമസി സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് കോടാലി. കോടാലിയിൽ ആതുര സേവന രംഗത്ത് ഒരു പുതിയ മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് എലൈറ്റ് ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കുക എന്നുള്ളതാണ് എലൈറ്റ് ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം. കുട്ടികളിലും മുതിർന്നവരിലും മറ്റു ജനറൽ വിഭാഗത്തിലും ഹൃദയ സംബന്ധമായ രോഗങ്ങളിലും പരിചയസമ്പന്നനായ ഡോക്ടർ ആദിത്യ MBBSന്റെ സേവനം ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസവും രാവിലെ 7 മുതൽ രാത്രി 10 വരെ ലഭ്യമായിരിക്കും. ഞാൻ ഡോക്ടർ ആദിത്യ, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഈ എലൈറ്റ് ഹോസ്പിറ്റലിൽ, കോടാലിയിലുള്ള എലൈറ്റ് ഹോസ്പിറ്റലിൽ ഇവിടെ വരുന്ന ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ തന്നെ നല്ല സേവനം കിട്ടുന്നതായിരിക്കും. ഇവിടെ ലാബ് ഫെസിലിറ്റിയും എല്ലാം വളരെ കുറഞ്ഞ നിരക്കിലാണ് ലഭ്യമായിരിക്കുന്നത്. അതിനാൽ നിങ്ങളെല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തണം. എൻ്റെ സേവനം ഇവിടെ എന്നും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇവിടെ എല്ലാ ദിവസവും രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം രാത്രി 10 മണി വരെ ഇവിടെ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നതായിരിക്കും. അത്യാവശ്യ ഘട്ടങ്ങളിൽ രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്നതാണ്. ലാബ്, ECG, ഫാർമസി, നെബുലൈസേഷൻ തുടങ്ങിയ സൗകര്യങ്ങളുണ്ട്.
ആതുര സേവന രംഗത്ത് ഏറ്റവും പരിചയസമ്പത്തുള്ള സ്റ്റാഫുകളും ഹോസ്പിറ്റലിന്റെ പ്രത്യേകതയാണ്. ആധുനിക മെഷീനറികളുടെ സഹായത്തോടെ പരിചയസമ്പന്നനായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ നടത്തുന്നു. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ രാത്രി 10 മണി വരെ ലാബ് തുറന്നു പ്രവർത്തിക്കുന്നതാണ്. ഓരോ വ്യക്തികളും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ജനറൽ ചെക്കപ്പ് വെറും 400 രൂപ പാക്കേജിൽ ലഭ്യമാണ്. പ്രമേഹ രോഗികൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നടത്തേണ്ട പരിശോധന കുറഞ്ഞ പാക്കേജിൽ വെറും 800 രൂപയ്ക്ക് ചെയ്തു കൊടുക്കുന്നു. വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ സ്ഥാപനം. കാരണം പല സമയത്തുകളിലായിട്ടും നമ്മുടെ കോടാലി ആശുപത്രിയിൽ എത്തിച്ചേർന്നാൽ ചിലപ്പോൾ ഡോക്ടറില്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ രോഗികള് ഏതെങ്കിലും സമയത്ത് പെട്ടെന്നൊരു രോഗാവസ്ഥയിലെത്തുമ്പോൾ കോടാലി ചെല്ലുമ്പോൾ ഡോക്ടറില്ലാത്തൊരവസ്ഥ വന്നാൽ ഇങ്ങനത്തെ ഒരു ആശുപത്രി ഉണ്ടായാൽ അത് ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇതിനുവേണ്ടി എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഇതിന്റെ വികസനത്തിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോടാലി ആശുപത്രിയിലെ ഡോക്ടർമാരില്ലാത്ത അവസ്ഥ ഉണ്ടെന്ന് പ്രസിഡന്റ് സൂചിപ്പിച്ചു. അപ്പോൾ തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം കോടാലി പോലുള്ള സ്ഥലത്ത് ഇത്തരം ഹോസ്പിറ്റൽ ഉണ്ടാവുക എന്നത് നമ്മളുടെ എല്ലാവർക്കും നല്ല ഒരു കാര്യമാണ്. മറ്റുള്ളവർക്ക് എൻകറേജ് ചെയ്ത് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ എല്ലാവരുടെ ഹെൽപ്പും 100% ഞങ്ങൾ കൊടുക്കും. കോടാലി വെള്ളിക്കുളങ്ങര റോഡിൽ ഗ്രേസ് പാർക്ക് ബാറിന് സമീപം അന്ന ആർക്കേഡ് കെട്ടിടത്തിലാണ് എലൈറ്റ് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷവും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരുടെ യാത്രയപ്പ് യോഗവും സംഘടിപ്പിച്ചു. ദ്യുതി 2026 എന്ന പേരിൽ നടന്ന പരിപാടി കെ രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി ഡിവൈഎസ്പി VK രാജു, ഗായകനും സംഗീതജ്ഞനുമായ അനൂപ് ശങ്കർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സ്കൂളിന്റെ പ്രതിഭകളായ വിനായക് ശിവരാമൻ, KN ബിൻസിന, CR ശിവപ്രിയ, എമിൻഡ ജോഷി, ലക്ഷ്മി കണ്ണൻ എന്നിവരെ ആദരിച്ചു. ഉപജില്ലാ കലാകായിക ശാസ്ത്ര രംഗത്തെ വിജയികളെയും അനുമോദിച്ചു. പ്രധാന അധ്യാപിക PK മിനി, അധ്യാപകരായ M ജമീല ബീവി, മെറ്റി ആന്റണി എന്നിവരാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത്. ചടങ്ങിൽ KS വിനോദിനി ജെറോൺ, ജോൺ, ജിഷ ഡേവിസ്, MN ജയപ്രകാശ്, ലിങ്സി ലാസർ, K ശ്രീജ, NP ധനം എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ചന്ദ്രചൂഡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. വെള്ളിക്കുളങ്ങരയിൽ കടയുടെ മുന്നിലിരുന്ന് പത്രം വായിക്കുകയായിരുന്ന വയോധികനെ മർദ്ദിച്ച കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി. ചെമ്പുച്ചിറ ഐപ്പുട്ടിപ്പടി സ്വദേശി കുന്നുകാട്ടിൽ അലക്സിനെയാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ വെച്ച് തൃശൂർ റൂറൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജനുവരി 8 രാവിലെ 6:45 ഐപ്പുട്ടിപ്പടിയിലുള്ള കടയുടെ മുന്നിലായിരുന്നു സംഭവം. കടയ്ക്ക് മുന്നിലെ കസേരയിലിരുന്ന് പത്രം വായിക്കുകയായിരുന്ന മറ്റത്തൂർ ഐപ്പുട്ടിപ്പടി ദേശത്ത് നന്ദിപുലം വീട്ടിൽ ഉണ്ണിച്ചക്കനാണ് മർദ്ദനമേറ്റത്. നേരത്തെ പ്രതി അലക്സ് ഉണ്ണിച്ചക്കന്റെ മകനെ അസഭ്യം പറയുകയും തല്ലാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇത് തടയാൻ ശ്രമിച്ചതിലുള്ള വിരോധത്തിൽ വയോധികനെ മർദ്ദിച്ച സംഭവത്തിലാണ് അലക്സിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കുട്ടനല്ലൂർ മേൽപ്പാലത്തിന് സമീപം പിക്കപ്പ് വാനിന്റെ പുറകിൽ ബൈക്കിടിച്ച് യുവാവിന് പരിക്കേറ്റു. കുട്ടനെല്ലൂർ മേൽപ്പാലത്തിന് സമീപം പിക്കപ്പ് വാനിന്റെ പുറകിൽ ബൈക്കിടിച്ച് യുവാവിന് പരിക്കേറ്റു. ബൈക്ക് യാത്രികനായ തലൂർ സ്വദേശി അഖിലിനാണ് പരിക്കേറ്റത്. അഖിലിനൊപ്പം സഞ്ചരിച്ചിരുന്ന സുഹൃത്ത് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു.
അഖിലിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒല്ലൂർ പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ വേലുപ്പാടം പൗണ്ട് ജംഗ്ഷനിൽ വർഷങ്ങളായി മുറിച്ചു കൂട്ടിയിട്ടിരുന്ന മല്ലിമരത്തിന്റെ തടികൾ KRFBക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് അധികൃതർ നീക്കം ചെയ്തു. കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും വലിയ ദുരിതം സൃഷ്ടിച്ചിരുന്ന ഈ മരക്കൂട്ടം പ്രദേശത്ത് ഗതാഗത തടസ്സത്തിനും അപകട സാധ്യതയ്ക്കും കാരണമായിരുന്നു. ഇതു സംബന്ധിച്ച് NCTVയും വാർത്ത നൽകിയിരുന്നു. മുറിച്ചിട്ട മല്ലിമരത്തടി ഭാഗം കാടും ഇഴജന്തുക്കളും മാലിന്യവും അടിഞ്ഞുകൂടുന്ന കേന്ദ്രമായി മാറിയിരുന്നു. തടി നീക്കം ചെയ്തതോടെ ആശ്വാസത്തിലാണ് യാത്രക്കാർ. സംസ്ഥാന കലോത്സവത്തിനായി സജ്ജമാക്കിയ തൃശൂരിലെ 25 വേദികൾക്കും പൂക്കളുടെ പേരുകളാണ് നൽകിയിരുന്നത്. എന്നാൽ ഇതിൽ നിന്നും താമര ഒഴിവാക്കിയതിൽ കഴിഞ്ഞ ദിവസം വിവാദം ഉയർന്നിരുന്നു. തൃശൂരിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദികളുടെ പേരുകളിൽ ഇനി താമരയും. നേരത്തെ വേദി 15-ന് ഡാലിയ എന്ന പേരാണ് നൽകിയിരുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒരു വേദിക്ക് താമര എന്ന പേര് നൽകുമെന്നും വിവാദങ്ങളിലേക്ക് പോകേണ്ട എന്ന് കരുതിയാണ് തീരുമാനമെന്നും മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. കലോത്സവം ഭംഗിയായി നടത്തി എല്ലാവരുമായി സഹകരിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നതെന്നും താമര എന്ന പേര് ഉൾപ്പെടുത്തണമെന്ന ആവശ്യം പരിഗണിച്ചാണ് നടപടിയെന്നും മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. പൂക്കളുടെ പേരുകൾ വേദികൾക്ക് നൽകിയപ്പോൾ താമര മനഃപൂർവ്വം ഒഴിവാക്കിയെന്നാരോപിച്ച യുവമോർച്ച താമരയുമായി പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. BJPയുടെ ചിഹ്നമായതിനാൽ ഒഴിവാക്കിയതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രി V. ശിവൻകുട്ടി വിശദീകരിച്ചത്. അതേസമയം ദേശീയ പുഷ്പമാണ് താമരയെന്നും അത് ഒഴിവാക്കിയത് അംഗീകരിക്കാനാകില്ലെന്നും വ്യക്തമാക്കിയാണ് യുവമോർച്ച പ്രതിഷേധിച്ചത്. സൂര്യകാന്തി, പാരിജാതം, നീലക്കുറിഞ്ഞി, പവിഴമല്ലി, ശംഖുപുഷ്പം, ചെമ്പകം, മന്ദാരം, കനകാംബരം, ഗുൽമോഹർ, ചെമ്പരത്തി, കർണികാരം, നിത്യകല്യാണി, പനിനീർപ്പൂ, നന്ദ്യാർവട്ടം, ഡാലിയ, വാടാമല്ലി, മുല്ലപ്പൂവ്, ആമ്പൽപ്പൂവ്, തുമ്പ, കണ്ണാന്തളി, പിച്ചകപ്പൂ, ജമന്തി, തെച്ചിപ്പൂ, താഴമ്പൂ, ചെണ്ടുമല്ലി തുടങ്ങി 25 പൂക്കളുടെ പേരുകൾ 25 വേദികൾക്കായി നൽകിയപ്പോൾ താമര മാത്രം ഒഴിവാക്കിയതിനെതിരെയായിരുന്നു പ്രതിഷേധം. വേദിയുടെ പേരിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. വേദി നമ്പർ 15 ഡാലിയ എന്നുള്ളത് മാറ്റി താമര നൽകിയിട്ടുണ്ട്. എല്ലാ പുഷ്പങ്ങളെയും ഉൾപ്പെടുത്താൻ പറ്റും. എന്താ ഡാലിയനെ ഒഴിവാക്കി? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടാ താമര ഉൾപ്പെടുത്തി? അതിന് താമര ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യമുണ്ട്. വരുന്നു ഇതിലൊരു വിവാദ ചർച്ചയ്ക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. ഇതിനോട് നന്നായി അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷം പ്രോഗ്രാമിൽ ഇതില്ലേ, കഴിഞ്ഞ വർഷം കൊണ്ട് ഏറ്റവും ഒടുവിൽ നടന്ന യുവജനോത്സവം ഉണ്ടല്ലോ, അതിൽ ഒഴിവാക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അതാണ് ഉദ്യോഗസ്ഥന്മാർ റിപ്പീറ്റ് ചെയ്തത്. അതൊരു പ്രതിഷേധം പോലെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു യുവജനോത്സവം പ്രതിഷേധത്തിൽ നടത്തേണ്ടതല്ല. 14,000 പേരെ നമ്മുടെ കൊച്ചു മക്കളാണ് വരുന്നത്. വഴക്കും വക്കാലത്ത് നടത്തേണ്ട കാര്യമല്ല. എത്ര ഏത് പത്രക്കാരനെ ചൂടാക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ ചൂടാവുന്ന പ്രശ്നമേ ഇല്ല. സഹകരിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനതിൽ ഇടപെട്ടു, മന്ത്രി എന്നതിൽ ഇടപെട്ടു, അവരുമായി സംസാരിച്ച് അത് ഉൾപ്പെടുത്തി. അതിൻ്റെ പേരിൽ ഒന്നും വിഭജന വളയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. സ്കൂൾ കലോത്സവ വേദിക്ക് ഒടുവിൽ താമരയുടെ പേര് നൽകാൻ സർക്കാർ തീരുമാനിച്ചത് സ്വാഗതാർഹമാണെന്ന് BJP മേഖലാ പ്രസിഡന്റ് A. നാഗേഷ് പറഞ്ഞു. നേരത്തെ തന്നെ വിവേക ബുദ്ധിയോടെ വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരമൊരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന്റെ തുടക്കത്തിലുള്ള വിവാദം ഒഴിവാക്കാമായിരുന്നുവെന്ന് നാഗേഷ് പ്രസ്താവനയിൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എടുത്ത നിലപാടിനെ നാഗേഷ് അഭിനന്ദിച്ചു. ദേശീയ പുഷ്പമായ താമരയെ കലോത്സവ വേദികളുടെ നാമകരണത്തിൽ നിന്ന് ബോധപൂർവം ഒഴിവാക്കിയതിനെതിരെ BJP ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഈ വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി നേരിട്ട് A. നാഗേഷിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും പ്രതിഷേധം കണക്കിലെടുത്ത വേദികൾക്ക് താമരയുടെ പേരും ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. തൃശൂരിലെ കേരള കലോത്സവ വേദികൾക്ക് താമരയുടെ പേരൊഴിവാക്കിയ സർക്കാർ നടപടി പിൻവലിച്ച് താമരയുടെ പേര് ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തെ ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയ പ്രേരിതമായി തൃശൂരിൽ മറ്റ് പൂക്കളുടെ പേരുകൾ ഇട്ട സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നത്തിന്റെ പേരിൽ ദേശീയ പുഷ്പത്തെ ഒഴിവാക്കിയ നടപടി
ഇന്നലെ വൈകുന്നേരം വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് വിളിക്കുകയും ആ സമയത്ത് ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടി ഇതിനെ അംഗീകരിക്കില്ല എന്ന് സൂചിപ്പിച്ച സമയത്ത് ആ നടപടി പുനഃപരിശോധിക്കാനും താമരയുടെ പേര് ഉൾപ്പെടുത്താനും തയ്യാറാകുമെന്ന് അദ്ദേഹം ഇന്നലെ സൂചിപ്പിച്ചു. ഇന്ന് പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതാണ് ഇന്ന് നടപ്പാക്കിയിട്ടുള്ളത്. എന്തായാലും കേരള കലോത്സവം നല്ല രീതിയിൽ നടക്കാൻ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ഈ നീക്കത്തെ ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുന്നു. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സാംസ്കാരിക തലസ്ഥാനത്ത് നടക്കുന്ന കേരളോത്സവം എന്തായാലും കേരളത്തിൽ ഏറ്റവും നല്ലൊരു വേദിയായി തൃശൂർ മാറട്ടെ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. അതിനെ വിദ്യാഭ്യാസ മന്ത്രി എടുത്ത ആ തീരുമാനത്തെ BJP സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എല്ലാവിധ പിന്തുണയും ഭാരതീയ ജനതാ പാർട്ടി അറിയിക്കുന്നു. കേരളത്തിൽ സ്വർണ്ണവിലയിൽ വർധനവ്. 2 ദിവസത്തെ ഇടിവിന് ശേഷം വെള്ളിയാഴ്ച ഉയർന്ന സ്വർണ്ണവില ശനിയാഴ്ചയും മുന്നോട്ട് തന്നെ. സ്വർണം പവന് 840 രൂപ വർദ്ധിച്ച് 1,03,000 രൂപയും ഗ്രാമിന് 105 രൂപ വർദ്ധിച്ച് 12,875 രൂപയുമായി. ഇനിയും സ്വർണ്ണവില വർദ്ധിക്കാനാണ് സാധ്യതയെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. വില ഉയരുന്ന സാഹചര്യത്തിൽ സ്വർണം വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ വിൽക്കാൻ എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അമേരിക്കയിലുണ്ടാകുന്ന സാമ്പത്തിക വ്യതിയാനങ്ങളാണ് വില വർധനവിന് പിന്നാലെ പ്രധാന കാരണമായി കണക്കാക്കുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ആനന്ദപുരം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഈവനിംഗ് OPയിലേക്ക് താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ ഒരു മെഡിക്കൽ ഓഫീസറെ നിയമിക്കുന്നു. ജനുവരി 12 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ആനന്ദപുരം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് വാക്ക്-ഇൻ ഇന്റർവ്യൂ നടക്കും. MBBS ബിരുദവും TCMC രജിസ്ട്രേഷനും ഉള്ളവർക്ക് ബന്ധപ്പെട്ട രേഖകളുടെ അസൽ സഹിതം ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 9946619942. അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ ഗസ്റ്റ് ലെക്ചറർ ഇലക്ട്രിക്കൽ, ഗസ്റ്റ് ട്രേഡ്സ്മാൻ പ്ലംബിംഗ് വിഭാഗങ്ങളിൽ ഓരോ ഒഴിവുണ്ട്. ജനുവരി 13 ഇന്റർവ്യൂ. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും ഫോട്ടോ, ആധാർ, പാൻ കാർഡ്, ബയോഡാറ്റ എന്നിവ അടങ്ങിയ അപേക്ഷയും സഹിതം രാവിലെ 10 കോളേജിൽ നേരിട്ട് ഹാജരാകണം. ഗസ്റ്റ് ലെക്ചറർ ഇലക്ട്രിക്കൽ വിവരങ്ങൾക്ക് 8547083631. ഗസ്റ്റ് ട്രേഡ്സ്മാൻ പ്ലംബിംഗ് വിവരങ്ങൾക്ക് 9446073450 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,875 രൂപ, പവന് 1,03,000 രൂപ. നെടുമ്പാൾ പുത്തൻപുര പരേതനായ വാസു ഭാര്യ സുലോചന അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രതിക, രേണു, രവി എന്നിവർ മക്കളും ശ്രീധരൻ, അജയഘോഷ്, ശോഭന, രവി എന്നിവർ മരുമക്കളുമാണ്. പുലക്കാട്ടുകര ശാസ്താമഠം ലക്ഷ്മി വൈദ്യനാഥൻ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആനന്ദപുരം ചേക്കപ്പറമ്പിൽ പരേതനായ ദേവസ്യയുടെ ഭാര്യ മേരി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 3 ആനന്ദപുരം ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ. ജോയ്, ഗ്രേസി, ജോസ്, ബെന്നി, ബൈജു എന്നിവർ മക്കളും ഷീല, ജോസ്, സിജി, സ്മിത, സിജി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുറുമാലിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബേക്കറി ഉടമ മരിച്ചു. മരിച്ചത് പറപ്പൂക്കര സ്വദേശി ബാബു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക നേതാവായ CM ജോർജിന്റെ ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ പരിപാടികൾ ഒരുക്കി വിവിധ യൂണിറ്റുകൾ. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ ഇടവക മധ്യസ്ഥന്റെ തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും.
കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ അമ്പുതിരുനാളും വിശുദ്ധ യൗസേ പിതാവിന്റെ ലില്ലി എഴുന്നള്ളിപ്പും 17, 18, 19 തീയതികളിൽ ആഘോഷിക്കും. സ്വർണ്ണവിലയിൽ വർധനവ്. പവന് 840 രൂപ വർദ്ധിച്ച് 1,03,000 രൂപയായി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.